ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് മൂവാറ്റുപുഴ ടൗണിലാണ്. മൂവാറ്റുപുഴ ടൗണിൽ വെള്ളം കയറുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് കൊച്ചങ്ങാടി. മൂവാറ്റുപുഴയിൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമാണ് കൊച്ചങ്ങാടി. മൂവാറ്റുപുഴയിലൊക്കെ 10-20 ദിവസം തുടർച്ചയായി മഴ പെയ്താലായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുക. എന്നാൽ 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താൽ ഇപ്പോൾ ടൗണിൽ വെള്ളം കയറാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഭരണ നേതൃത്വമോ സർക്കാരോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണവും നടത്തുന്നില്ല. ഈ കാണുന്നത് മാർക്കറ്റ് ജംഗ്ഷനാണ്. മാർക്കറ്റിലേക്ക് വെള്ളം കയറി വരുന്ന രംഗമാണ് ഈ കാണുന്നത്. തന്നെയുമല്ല, ആയിരക്കണക്കിന് ഏക്കർ പ്രദേശമായി ഈ പ്രദേശങ്ങളിൽ ഒഴുകി വരുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകാൻ 20 അടി നീളമുള്ള ഒരു കലുങ്ക് മാത്രമാണുള്ളത്. ബാക്കി പ്രദേശങ്ങളൊക്കെ ഓരോ വ്യക്തികളുടെ കൈവശങ്ങളാണ്. തന്നെയുമല്ല, വെള്ളം യഥേഷ്ടം ഒഴുകിപ്പോകാനുള്ള ഓവുചാലുകൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. തന്നെയുമല്ല, പുഴയുടെ ആഴം പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ മണൽവാരൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് നിരോധിച്ചിട്ടുള്ളത് എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പുഴയുടെ ആഴം മണൽ വാരി ഒന്ന് കൃത്യമായി ആഴം ഉണ്ടാക്കിയില്ലെങ്കിൽ വെള്ളം ഉൾക്കൊള്ളാനാവാതെ പുഴ പെട്ടെന്ന് കവിഞ്ഞൊഴുകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ കാണുന്നത് കക്കടാശ്ശേരി ജംഗ്ഷനാണ്. മൂവാറ്റുപുഴ കോതമംഗലം റോഡാണ്, പ്രധാന റോഡാണ് ഈ കാണുന്നത്. 12 മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും മൂവാറ്റുപുഴ കോതമംഗലം റോഡ് കക്കടാശ്ശേരി ഭാഗം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ഈ അല്പനേരം കൂടി കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾക്ക് പോലും മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ സർവീസ് നടത്താൻ കഴിയില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു. തന്നെയുമല്ല, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മഴയുടെ തോത് പെട്ടെന്നുള്ള മേഘവിസ്ഫോടനങ്ങൾ കൊണ്ടൊക്കെ മഴയുടെ അളവ് പെട്ടെന്ന് കൂടുകയുമാണ്. അപ്പോൾ തുടർന്നൊരു പഠനം ഇവിടെയും ആവശ്യമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. 1 വർഷമോ 2 വർഷമോ കൂടുമ്പോഴെങ്കിലും പുഴയിൽ മണൽ വാരി പുഴയുടെ ആഴം ഒന്ന് ക്രമപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇതിനൊരു ശമനമുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ കാണുന്നത് കക്കടാശ്ശേരി പാലമാണ്. പാലം നല്ല ഹൈറ്റിൽ പണിതിട്ടുള്ള പാലമാണ്. അതിനാൽ തന്നെ പാലത്തിലൂടെ കക്കടാശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. മറ്റു പ്രദേശങ്ങൾ കരകവിഞ്ഞ് വീടുകളെല്ലാം വെള്ളത്തിലായിരിക്കുന്നു. തന്നെയുമല്ല, ഈ കാണുന്ന പുഴയിലേക്ക് കംപ്ലീറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ആളുകൾ വലിച്ചെറിയുകയോ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ക്രമാതീതമായി ഒഴുകി പോകുന്നതും ഇതെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ടും മുഴുവൻ പേർക്കും വിവരമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇത് മനഃപൂർവ്വം അത്തരത്തിലേക്ക് വീണ്ടും സംഭവിക്കുകയാണ്. ഈ മാലിന്യങ്ങളെല്ലാം ഒഴുക്കിൽപ്പെട്ട് നേരെ കടലിലേക്കുമാണ് പോകുന്നത്. അത് പ്രകൃതിക്ക് എത്രമാത്രം വിനാശകരമാകുമെന്ന് നാം ചിന്തിക്കേണ്ടതില്ലല്ലോ. ഈ കാണുന്നത് മൂവാറ്റുപുഴ സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ പുറകുവശമായ പ്രദേശമാണ്. സലഫി മസ്ജിദ്, ഇലാഹിയ പബ്ലിക് സ്കൂൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഒഴുകി പോകാൻ 20 അടി നീളത്തിലുള്ള ഒരു കലുങ്ക് മാത്രമാണ് മൂവാറ്റുപുഴ പുഴയിലേക്കുള്ളത് എന്ന് ഓർക്കുമ്പോൾ നാം നമ്മുടെ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ മൂവാറ്റുപുഴ ഭരണക്കാരുടെ അല്ലെങ്കിൽ മൂവാറ്റുപുഴ നിവാസികളുടെ എല്ലാം സ്വപ്നങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഇത്തരത്തിലല്ലാതെ മറ്റൊരു നിറം പകരുക? ആരെയാണ് നമ്മൾ കുറ്റം പറയുത്തേണ്ടത്? നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയല്ലാതെ ഇതിന് മറ്റൊരു പോംവഴിയുമില്ല. ഇതെല്ലാം സഹിക്കുക എന്നല്ലാതെ ആ സഹിക്കാൻ ഒരു പരിധിയില്ലേ എന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഈ കാണുന്ന മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോകാനാവാതെ അഴുക്കുചാൽ മുമ്പായി ഈ 20 അടി നീളമുള്ള ആ കലങ്കിൻ്റെ സൈഡിലായി മെത്തിക്കിടക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. തന്നെയുമല്ല, ഈ കാണുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ കാണുന്ന ഞാൻ പറഞ്ഞു 20 അടി നീളമുള്ള ഒരു കലുങ്ക് മാത്രമാണ് ഈ പ്രദേശങ്ങളിലുള്ള വെള്ളം മൊത്തം ഒഴുകി പോകാൻ ഈ കാണുന്ന ഒരു കലക്ക്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് 24 മണിക്കൂർ കൊണ്ട് വെള്ളം കയറാതിരിക്കുക എന്ന് നാം ഒന്ന് ചിന്തിക്കണ്ടേ? ഈ ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന നമ്മുടെ ഭരണകൂടങ്ങളുമൊക്കെ ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. പ്രധാനമായും പുഴയുടെ ആഴം ഒരു പ്രധാന ഘടകമാണ് എന്ന് നാം ആദ്യമേ പറഞ്ഞല്ലോ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ടതില്ലേ? ഓരോ കാലത്തും ഇങ്ങനെ വെള്ളം കയറും, അതൊരു പ്രകൃതി നിയമമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ദുരിതപൂർണമായ ഒരു ജീവിതം മനഃപൂർവ്വം നമ്മൾ വരുത്തി വയ്ക്കേണ്ടതുണ്ടോ? പുഴയുടെ ആഴം കൂട്ടുക, അതുപോലെ നീർച്ചാലുകൾ
വെള്ളം കയറി കിടക്കുന്ന ഇടങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും നിലമൊക്കെ കരയാക്കാൻ തുടങ്ങിയതോടുകൂടി വെള്ളം കയറി കിടക്കുന്ന നിലങ്ങൾ മുഴുവൻ നികത്തി അവിടെയെല്ലാം മണിസൗധങ്ങളും കെട്ടിടങ്ങളും മറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെയും രക്ഷയുമില്ല. തന്നെയുമല്ല, മറ്റൊരു ദുരന്തം ഈ കാണുന്നതാണ്. എന്ത് വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പുറത്താണെങ്കിൽ പോലും ഈ വരുന്ന അഴുക്ക് വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് അവരുടെ ആരാധനകളും ആചാരങ്ങളും നടത്തുകയാണ്. പുതിയ തരത്തിലുള്ള പനികളും കാര്യങ്ങളുമൊക്കെ അഴുക്ക് വെള്ളത്തിൽ മുങ്ങി കുളിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലും വിവരമുള്ളവർ ഇത്തരം ആചാരങ്ങൾ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഈ അഴുക്ക് വെള്ളത്തിൽ മാത്രം വേണോ എന്നുള്ളതും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ പച്ചപ്പാണൻ്റെ സന്തോഷത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ മൂവാറ്റുപുഴ നിവാസികൾ പരസ്പരം ഒരു കൂട്ടായ്മയോടെ രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്ന് ഒന്ന് ഒത്തൊരുമിച്ച് ഒരു ചിന്ത നടത്തി എങ്ങനെയാണ് നമുക്ക് മൂവാറ്റുപുഴയെ ഒന്ന് കരകയറ്റാൻ കഴിയുക, ഈ ദുരന്തങ്ങളിൽ നിന്നും നമുക്കും ഒന്ന് മാറി നിൽക്കേണ്ടതില്ലേ എന്ന് ചിന്തിക്കുക. ഈ കാണുന്ന രീതികൾ നമുക്ക് പിന്തുടരാൻ പറ്റുമോ? ആരാധനകളും അനുഷ്ഠാനങ്ങൾക്കും വേറെ ഇഷ്ടം പോലെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ അഴുക്കുവെള്ളത്തിൽ വേണമോ എന്ന് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മറ്റൊന്നും തോന്നുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. എന്നെ കണ്ട എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.